നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL നിർത്തിവെച്ച കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ. പക്ഷേ അപ്പോഴും BCCIയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് വന്നിരിക്കുന്നു. അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഒരാഴ്ചത്തേക്കാണ് ഇപ്പോൾ IPL സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോഴത്തെ സ്ഥിതിഗതികൾക്കനുസരിച്ചായിരിക്കും. ഏതായാലും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ കൺസേൺ പരിഗണിച്ചുകൊണ്ടാണ് നിർത്തുന്നത്. ഇന്ത്യയുടെ ആംഡ് ഫോഴ്സിൽ എല്ലാ വിശ്വാസവുമുണ്ട്. എന്നാലും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആ ഒരു കൺസേൺസ് ഒക്കെ പരിഗണിച്ച് പ്രൂഡൻ്റായിട്ട് ആക്ട് ചെയ്യാൻ BCCI തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. നമ്മൾ വിശദമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പരിശോധിക്കുകയാണ്. അതിൽ പറയുന്നത്, ദി റിമൈൻഡർ ഓഫ് ഓൺ ഗോയിങ് ടാറ്റ IPL 2025 സസ്പെൻഡഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഫോർ 1 വീക്ക്. ശ്രദ്ധിക്കണം, ഒരാഴ്ചയിലേക്കാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് എഫക്റ്റ്. ഇന്നത്തെ മത്സരം അടക്കം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഒഫീഷ്യലി ലക്നൗ സൂപ്പർ ജയൻസ് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ IPL ഗവേണിംഗ് ബോഡി തീരുമാനമെടുക്കുന്നു. BCCI അക്കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. ഒരാഴ്ചത്തേക്ക് IPL സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബാക്കി സ്റ്റേറ്റ്മെൻറ്റിലെ കാര്യങ്ങളിലേക്ക് പോകാം. ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നത് IPL ഗവേണിംഗ് കൗൺസിലാണ്. ആഫ്റ്റർ ഡ്യൂ കൺസൾട്ടേഷൻ വിത്ത് ഓൾ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതിൻ്റെ കാരണം എല്ലാ ഫ്രാഞ്ചൈസികളുമായിട്ടും ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ അവരുടെ കൺസേൺസ്, അതുപോലെ പ്ലെയേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അവർ പങ്കുവെക്കുകയുണ്ടായി. ആൻഡ് ഓൾസോ ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ വ്യൂസ് പരിഗണിച്ചിട്ടുണ്ട്. സ്പോൺസേഴ്സിൻ്റെയും ഫാൻസിൻ്റെയും ഒക്കെ വ്യൂസ് പരിഗണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ഇന്ത്യയുടെ ആംഡ് ഫോഴ്സസിൽ അവരുടെ ശക്തിയിലും പ്രിപ്പയർനെസ്സിലും ഒക്കെ BCCIക്ക് ഫുൾ ഫെയ്ത്ത് ഉണ്ട്. എന്നാൽ പോലും ബോർഡ് കൺസിഡേർഡ് ഇറ്റ് പ്രൂഡൻറ്റ് ടു ആക്ട് ഇൻ ദി കളക്റ്റീവ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ അതനുസരിച്ചാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ BCCI ഒരുമിച്ച് നിൽക്കുകയാണ്, രാജ്യത്തോടൊപ്പം ഒരുമിച്ച് നിൽക്കുകയാണ്. BCCI സ്റ്റാൻഡ്സ് ഫേംലി വിത്ത് ദി നേഷൻ. എല്ലാവിധ സോളിഡാരിറ്റിയും ഇന്ത്യ ഗവൺമെൻറ്റിനോടും ആംഡ് ഫോഴ്സസിനോടും രാജ്യത്തെ ജനങ്ങളോടും ഒക്കെ എല്ലാവിധ സോളിഡാരിറ്റിയും അറിയിക്കുകയാണ്. ബോർഡ് നമ്മുടെ ആംഡ് ഫോഴ്സസിൻ്റെ ബ്രേവറിക്കും കറേജിനും സെൽഫ്ലെസ് ആയിട്ടുള്ള സർവീസസിനും ഒക്കെ സല്യൂട്ട് നൽകുകയാണ്. അവരുടെ ഹീറോയിക് എഫേർട്സ് ആണ് അണ്ടർ ഓപ്പറേഷൻ സിന്ദൂർ. അത് കണ്ടിന്യൂ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇൻസ്പയർ ദി നേഷൻ. അതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അവരോടൊപ്പം നിൽക്കുകയാണ് എന്നുകൂടി ഇതിലൂടെ അറിയിക്കുന്നുണ്ട്. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ BCCIയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആംഡ് ഫോഴ്സസിൻ്റെ അൺവാറണ്ടഡ് ആയിട്ടുള്ള അഗ്രഷനും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കിലും ഒക്കെ എതിർത്തുകൊണ്ടുള്ള ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുന്നു. അവരുടെ ആ ഒരു ബ്രേവറിക്ക് നന്ദി പറയുന്നു, അവർ സല്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുള്ളത്. ഏതായാലും രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിവിശേഷം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും കൺസേൺസ് പരിഗണിച്ചുകൊണ്ടെടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഒരാഴ്ചത്തേക്കാണ് ഇപ്പോൾ IPL നിർത്തിവെച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കുമോ എന്നുള്ളത് അപ്പോഴത്തെ സ്ഥിതിവിശേഷം അനുസരിച്ചായിരിക്കും തീരുമാനം വരിക എന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.